നമസ്കാരം. ഒരു കമ്പനി അവരുടെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് പ്രൈസസിൽ ഏകദേശം 367% ഒരു വർധന ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്പനി. അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞ ഒരു വർഷത്തെ അവർ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 1517% വർദ്ധിപ്പിച്ചൊരു കമ്പനി. അതുപോലെ തന്നെ അവരുടെ സെയിൽസ് ഗ്രോത്തും ഏകദേശം 202% വർദ്ധിച്ചു എന്ന് കാണാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ അവരുടെ റവന്യൂ ഗ്രോത്ത് 315%ഓളമാണ് അവർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ വളരെയധികം റിഗ്രറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കമ്പനിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ എന്തൊക്കെയാണ് അവരുടെ സെയിൽസ്, എന്തൊക്കെയാണ് അവരുടെ പ്രോഡക്റ്റ്സ്, എന്തൊക്കെയാണ് അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവർ ഏതെങ്കിലും രാജ്യത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എന്താണ് ഇത്തരത്തിലുള്ളൊരു സെയിൽസിൻ്റെ ഗ്രോത്തിൻ്റെ കാരണം, ഇനി അവരുടെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനിയുടെ പേര് മറ്റൊന്നല്ല, ശക്തി പമ്പ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. കമ്പനി മെയിനായിട്ട് സോളാർ വാട്ടർ പമ്പ്സ്, അതുപോലെ തന്നെ മറ്റ് ഹൈഡ്രോളിക് പമ്പ്സ്, അതുപോലെ തന്നെ മോട്ടോഴ്സ്, ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് അവർ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റ് കാര്യങ്ങളോട്ട് ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ കമ്പനിയുടെ ജസ്റ്റ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 9380 കോടി രൂപയാണ്. കറൻറ്റ് പ്രൈസ് 780 രൂപയാണ്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 901 രൂപയിൽ നിന്നാണ് 750 രൂപയിലോട്ട് താഴ്ന്നിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് പി എന്ന് പറയുന്നത് പിന്നെ 28.5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് 45.6 ആണ് എന്ന് പറയുക. ഇൻഡസ്ട്രി പി എന്ന് ഏകദേശം താഴ്ന്നിട്ടാണ് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസസ് പി എന്നും കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ROC 31.4%, ROE 24.2% ഇത് രണ്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ബിക്കോസ് 20% എബോവ് വരുന്ന ഈ ഫിഗേഴ്സ് എല്ലാം തന്നെ നമ്മളുടെ ഒരു സ്ട്രോങ് ആയ കമ്പനിയാണെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു ലയബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ 846 കോടി രൂപയുടെ കറണ്ട് ലയബിലിറ്റി ഉണ്ട്. ഇനി ഫോർസീൻ ലയബിലിറ്റി അല്ലെങ്കിൽ കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് 260 കോടി രൂപയാണ്. അതുപോലെ തന്നെ ലീസ് ലയബിലിറ്റി 0.27 crore rupees ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ലയബിലിറ്റീസ് മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ അത്ര വലിയ ഫിഗർ അല്ലെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ് 51.6% ആണെന്ന് കാണാൻ പറ്റും. 50 എബോവ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ് ഇതിൻ്റെ ഷെയർ ഉള്ളതെന്നുള്ളത് കമ്പനി സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ എല്ലാം പ്രൊമോട്ടേഴ്സിന് പറ്റും എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിങ് 50 എബോവ് എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതാൻ പറ്റും. പിന്നെ പ്രൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു 28.5 ആണ്. പ്ലെഡ്ജ് ചെയ്തിട്ടില്ല എന്ന് കാണാൻ പറ്റും. അത് സ്റ്റോക്ക് വെച്ചിട്ട് മറ്റും ലോണും മറ്റു കാര്യങ്ങളും അവർ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ കമ്പനിയുടെ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഇവർ വാട്ടർ പമ്പിങ് സൊല്യൂഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. വൈഡ് റേഞ്ച് യൂസ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അവർ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഇറിഗേഷൻ പർപ്പസ്, ഹോർട്ടിക്കൾച്ചർ പർപ്പസ്, ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ പർപ്പസ്, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ്, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ പമ്പുകളാണ് അവരുണ്ടാക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇവരുടെ സബ്മേഴ്സിബിൾ പമ്പ്, അതുപോലെ തന്നെ സോളാർ പമ്പ്, വെർട്ടിക്കൽ മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ്, മോണോ ആൻഡ് സെക്ഷൻ പമ്പ്, പ്രഷർ ബൂസ്റ്റർ പമ്പ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയുള്ളത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്തൊക്കെയാണ് അവരുടെ പ്രോഡക്റ്റ്, മറ്റു കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് കാറ്റലോഗും മറ്റു കാര്യങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പമ്പാണെങ്കിൽ അവർ വിവിധ തരത്തിലുള്ള പമ്പ് ഉണ്ടാക്കുന്നുണ്ട്. സബ്മേഴ്സിബിൾ പമ്പ്, സോളാർ പമ്പ്, വെർട്ടിക്കൽ മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ്, മോണോ ബ്ലോക്ക് എൻഡ് സെക്ഷൻ പമ്പ്, പ്രഷർ ബൂസ്റ്റർ പമ്പ്, വേസ്റ്റ് വാട്ടർ പമ്പ്, പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ വെല്ല്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്, ഷാലോ വെൽ പമ്പ്, ഇമേഴ്സിബിൾ പമ്പ്, സിംഗിൾ ഷാഫ്റ്റ് വെർട്ടിക്കൽ മൾട്ടി സ്റ്റേജ് പമ്പ്, പിന്നെ അതുപോലെ തന്നെ ശക്തി സോളാർ ഓപ്പൺ വെൽ, DSCOP സീരീസ്, ഇത്തരം ഒരുപാട് പമ്പ് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെ ഒരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള പമ്പുകളും മറ്റും ഇവരുണ്ടാക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മോട്ടോഴ്സ് അവരുണ്ടാക്കുന്നുണ്ട്. പിന്നെ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്ന വാട്ടർ ഹീറ്റർ, അത്തരത്തിലുള്ള ഒരുപാട് പിന്നെ കമ്പനി ഡ്രൈവ്, പിന്നെ ശക്തി സോളാർ സിം ഡ്രൈവ്, ശക്തി സോളാർ സിംഹ പ്ലസ് ഡ്രൈവ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് കമ്പനി പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ ഒരുപാട് സ്ട്രോങ് ആണെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇനി ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കമ്പനിയുടെ സെയിൽസാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെയിൽസ് ഡിവിഷൻ തന്നെ ഇവർക്ക് ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കമ്പനി ഏകദേശം 100-ലേറെ രാജ്യങ്ങളോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. USA, UAE, അതുപോലെ തന്നെ ഓസ്ട്രേലിയയെല്ലാം ഇവരുടെ മറ്റ് സെയിൽസ് ഗ്രൂപ്പും മറ്റും ഇവരുടെ ഓഫീസേഴ്സും മറ്റും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവരുടെ ഫിനാൻഷ്യലി കമ്പനി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണാൻ പറ്റുന്നത്. ഇനി ഇവരുടെ ഒരു ഗ്രാഫ്
ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജനുവരി 24 169 ഉണ്ടായിരുന്ന കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി മാർക്കറ്റ് പ്രൈസ് ആയിരുന്നു, കറണ്ട് പ്രൈസ് ആയിരുന്നു. ഇപ്പോൾ അത് 750 രൂപയിലോട്ട് ഉയർന്നിരിക്കുന്നു എന്ന് കാണാൻ പറ്റും. ഒറ്റ വർഷം കൊണ്ട് തന്നെ ഗ്രാഫിൻ്റെ ഒരു ഷേപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, വളരെ സ്റ്റീപ്പായിട്ട് ഹൈ ആയിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇവരുടെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകണമെങ്കിൽ സെപ്റ്റംബർ 2024 635 കോടി രൂപയുടെ സെയിൽസാണ് നടന്നത്. സെപ്റ്റംബർ 23 നോക്കുമ്പോൾ 153 കോടി രൂപയാണ്. ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറാണ് എപ്പോഴും കമ്പയർ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 153 സെയിൽസ് ഉണ്ടാകുമ്പോൾ ഈ വർഷം അത് 635 കോടി രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 149, കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ അത് വെറും 15 ആയിരുന്നു എന്ന് കാണാൻ പറ്റും. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രോഫിറ്റിൻ്റെ മെയിൻ കാരണം അതാണ്. 6-7% ഉണ്ടായിരുന്ന കമ്പനിയുടെ സെയിൽസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇപ്പോൾ 23% ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇവരുടെ ടാക്സ് പെർസെൻറ്റേജും വളരെ മാന്യമായ രീതിയിൽ 27% ടാക്സസ് ഇവർ അടയ്ക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. നെറ്റ് പ്രോഫിറ്റ് വളരെ ഇൻക്രീസ് ചെയ്തു. സെപ്റ്റംബർ 2023 6 കോടി ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് സെപ്റ്റംബർ 2024 101 കോടി രൂപയുടെ വലിയൊരു കുതിച്ചാട്ടം തന്നെ ചാടിയിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇവരുടെ ഇയർലി ബേസിസ് നോക്കുകയാണെങ്കിലും TTM, അതായത് ട്രെയിലിംഗ് 12 മന്ത് നോക്കുമ്പോൾ 2307 കോടി രൂപയാണ്. അത് കഴിഞ്ഞ 2023 968 മാർച്ച് 2024 1371. അപ്പോൾ ഈ ഒരു വർഷം അത് ഓൾമോസ്റ്റ് ഇൻക്രീസ് ആയി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സെയിൽസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ഓൾമോസ്റ്റ് 21% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 329 കോടി രൂപയാണ് ട്രെയിലിംഗ് 12 മന്തിൽ കാണുന്നത്, കഴിഞ്ഞ 6 മാസമായിട്ട് കാണുന്നത്. അത് 2023 മാർച്ചിലോ റിസൾട്ട് നോക്കുമ്പോൾ വെറും 24 crore rupees ആയിരുന്നു. മാർച്ച് 2024 നോക്കുമ്പോൾ 142 കോടി രൂപയായിരുന്നു. അത് ഓൾമോസ്റ്റ് 3 times എല്ലാം മാറിയിട്ട് നെറ്റ് പ്രോഫിറ്റ് 329 കോടി രൂപയിലോട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിലും നമ്മളുടെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഇവരുടെ റിസർവ് 922 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. ലയബിലിറ്റി 746 കോടി രൂപയിലുണ്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുമായി ബന്ധപ്പെട്ട് നോക്കുന്നത്. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 51.57% ഉണ്ട്. FII 3.36%, DII 6.679% ആണ് എന്ന് കാണാൻ പറ്റും. പബ്ലിക്കിൻ്റെ കയ്യിൽ 38.27% പബ്ലിക്കിൻ്റെ കയ്യിലാണെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കമ്പനി ഫിനാൻഷ്യലി വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. സോളാർ പമ്പുകളും മറ്റും കാര്യങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു വല്ലാത്തൊരു സപ്പോർട്ട്സും ഈ കമ്പനിക്ക് കിട്ടുന്നുണ്ട്. കമ്പനിയുടെ ഒരുപാട് അവാർഡും മറ്റു കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കമ്പനിയുടെ ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പക്ഷേ ഈ കമ്പനിയെ എപ്പോഴും നമ്മളുടെ ഒരു റഡാർ ലിസ്റ്റിൽ വെച്ചിട്ട് എപ്പോഴാണോ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസസിൽ ഒരു ഡിപ്പ് വരുന്നത് ആ സമയത്ത് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നു. കാരണം ഇപ്പോൾ ഇത് 200 DMAയുടെ ഒരുപാട് മുകളിലാണെന്ന് കാണാൻ പറ്റും. 200 DMAയുടെ മുകളിലുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിങ് ആവറേജിന് മുകളിലുള്ള സ്റ്റോക്കുകൾ വാങ്ങുന്നത് കുറച്ച് റിസ്ക്കിയാണ്. എപ്പോഴാണോ ഇതൊരു സ്റ്റോക്ക് പ്രൈസസിൽ ഡൗൺ ആയി വന്നതിന് ശേഷം കഴിഞ്ഞ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ അവർക്ക് 4.93% ഡൗൺ ആയിരുന്നു. അപ്പോൾ ഏത് സമയത്താണോ ഇവരുടെ ഒരു സ്റ്റോക്ക് പ്രൈസസ് 200 DMAയുടെ താഴോട്ട് വരുന്നത് ആ സമയം നോക്കി വാങ്ങിക്കുന്നതായിരിക്കും ഉത്തമം എന്നൂടെ എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റാണ്. എന്നിരുന്നാലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പോ സെൽ ചെയ്യുന്നതിന് മുമ്പോ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ അഡ്വൈസ് റിസീവ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം.